ഒരു സുവിശേഷകൻ്റെ സഞ്ചാരം നമ്മൾ വീണ്ടും തുടരുകയാണ്. ഒരുപാട് അനുഭവങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് പങ്കുവയ്ക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കൽ കൂടെ നിങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. താങ്ക് യു. ഇന്നെന്താണ് നമ്മൾ നമ്മുടെ പ്രേക്ഷകരോട് അറിയിക്കാനായിട്ടുള്ളത്? ദൈവദാസൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും വലിയ വിഷനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? അനേക വർഷങ്ങളായിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അതെ. അപ്പോൾ നമ്മുടെ വിഷൻ, ദർശനമെന്ന് പറയുന്നത് 195 രാജ്യങ്ങൾ യു.എൻ്റെ കീഴിലായിട്ട് ഉണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ചെറുതും വലുതുമായ ഒരുപാട് രാജ്യങ്ങൾ വീണ്ടും ഉണ്ട്. ഏകദേശം 246 രാജ്യത്തോളം ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം മിക്കവാറും ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകണമെന്ന് ഒരു വലിയൊരു മനസ്സിൽ ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കിടക്കുന്നതിൻ്റെ മുകളിൽ ആ ഷെയ്ഡയിൽ ഗ്ലോബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലോബ് കണ്ടുകൊണ്ടാണ് എഴുന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലെ ഒരു വലിയൊരു വിഷൻ 800 കോടി ജനങ്ങൾ ഇന്ന് ഭൂമിയിലുണ്ട്, ലോകത്തുണ്ട്. അപ്പോൾ എല്ലാ ഭാഷകളിലും വംശങ്ങളിലും പെട്ട എല്ലാ ജനങ്ങളും താമസിക്കുന്ന അധിവസിക്കുന്ന ദേശത്ത് പോകാൻ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പോകാനായിട്ട് വലിയ താല്പര്യം എൻ്റെ മനസ്സിലുണ്ട്. അത് എൻ്റെ ഒരു ഡ്രീമാണ്, ഒരു വിഷനാണ്. അപ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ അനേക സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് പോകുമ്പം പ്രത്യേകിച്ച് പ്രകൃതി സൗന്ദര്യം നമ്മളെ വല്ലാതെ അങ്ങോട്ട് ആകർഷിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പ്രകൃതി സൗന്ദര്യം നമുക്ക് കാണാൻ കഴിയും. ഉയർന്ന ദേശങ്ങളിൽ പോകുമ്പോൾ, മലമ്പ്രദേശങ്ങളിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് പാറകളൊക്കെ ഒരുപാടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ താഴ്വാരങ്ങൾ കാണാനും, അപ്പോൾ ആ ഏരിയ കാണാനും ഒരു ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുന്നമേ, ചിലപ്പോൾ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നമേ ഒക്കെ ആയിരിക്കാം ഈ ഭൂമിക്കടിയിൽ ഉള്ള ലാവയൊക്കെ തിളച്ച് മറിഞ്ഞ് പുറത്തേക്ക് വന്നത് പർവ്വതമായിട്ടൊക്കെ രൂപപ്പെട്ട്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് നമ്മളൊക്കെ ജനിക്കുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നമേ ഇതൊക്കെ എന്താ പറയുക രൂപപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഭൂമി എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ്. ഭൂമിയിലൂടെ നമ്മൾ ഒരുപാട് ദേശത്തൂടെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലൂടെ ഓടി വരുന്നത്. ഓരോ ഈ വർഷം കഴിയും തോറും ഭൂമിയേക്കാൾ വലുപ്പമുള്ള ഗ്രഹങ്ങൾ മനുഷ്യൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗാലക്സിയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിലും ഒക്കെ വലിയ അത്ഭുതമാണ്. അപ്പോൾ ഈ ഭൂമിയുടെ മനോഹാരിത, ഓരോ ദേശത്തിൻ്റെ പ്രത്യേകതകൾ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാത്രകളൊന്നും വലുതായിട്ട് ഇഷ്ടപ്പെടാത്തൊരു ഒരാളായിരുന്നു. പക്ഷേ യാത്രകളിലൂടെയും നമുക്ക് സുവിശേഷീകരണം നടത്താമെന്ന് എനിക്ക് ബോധ്യമായി. തീർച്ചയായും യാത്രകളിലൂടെ. കാരണം പല സ്ഥലങ്ങളിലും നമ്മൾ യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ സുവിശേഷ പ്രവർത്തനമൊക്കെ, അല്ലെങ്കിൽ സമാധാനമില്ലാതിരിക്കുന്നവരോടും ഒക്കെ സുവിശേഷത്തെ പറ്റി, സുവിശേഷം എനിക്ക് അവരോട് അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പം ഗ്രാമങ്ങളിലോട്ടൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പം, അതായത് പട്ടണങ്ങളിലൂടെ ഗ്രാമങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴും പ്രവർത്തനത്തിന് പോകുമ്പോഴും ഭയങ്കര വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഗ്രാമങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും അവിടെ പ്രവർത്തനത്തിന് പോകുമ്പോഴും പട്ടണങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ താമസിക്കുന്നവരെപ്പോഴും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടെ, വളരെ സന്തോഷത്തോടുകൂടിയൊക്കെ നമ്മളെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സിലാക്കിയതാണ് ഗ്രാമങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് സുവിശേഷ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഒരു സാന്നിധ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ദേശങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഈ യാത്രകൾ ഒരു കാലത്ത് ഈ അടുത്തിടയിലാണ് കുറച്ച് ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഗ്ലോബ് വെച്ചിട്ട് ഞാൻ എല്ലാ രാജ്യങ്ങളെക്കുറിച്ച് പഠിക്കാനും അവിടുത്തെ പ്രത്യേകതകൾ എന്താണ്,
അവിടുത്തെ ആൾക്കാരൊക്കെ ഏത് തരത്തിലാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ച് വന്നപ്പം എൻ്റെ ഉള്ളിൽ വന്ന ഒരു വലിയൊരു വിഷനാണ്, ഇന്ന് ഭൂമിയിൽ എവിടെയൊക്കെ കരകളുണ്ടോ അവിടെയെല്ലാം ഒന്ന് പോകാൻ സാധിക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകളിലാണെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങളാണെങ്കിലും ഗ്ലോബ് വെച്ച് പ്രാർത്ഥിച്ച അനുഭവങ്ങളുണ്ട്. അത് നേരത്തെ പോലെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സുവിശേഷ പ്രവർത്തനത്തിൻ്റെ പാറ്റേൺ ഒന്ന് മാറ്റുക. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സഞ്ചാരം പോലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യുന്നത് തന്നെ. അപ്പോൾ അത് പലരും നമ്മുടെ പ്രേക്ഷകർ പലരും ഇഷ്ടപ്പെടുന്നു. നമ്മൾ യാത്ര ചെയ്തു പോകുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നു. അപ്പോൾ അവർക്കത് താല്പര്യമാണ്. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാം ചെയ്യുമ്പം എന്താ പറയുക, കുറച്ചുകൂടെ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രവർത്തനങ്ങളാണ്, സുവിശേഷ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഏത് മീഡിയയിലൂടെയും ഏത് നിലയിലാണെങ്കിലും നമ്മൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ യാത്രകളിൽ മെയിനായിട്ടും വളരെ ആധികാരികമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ് ഈ പ്രകൃതി സൗന്ദര്യം, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആ വലിപ്പം, വിശാലത, ഈ ഭൂമിയുടെ സൗന്ദര്യം. ഇനിയും എത്രയോ ദേശങ്ങളിൽ പോകാനിരിക്കുന്നു, എത്രയോ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യം പഠിച്ചു വരുമ്പോഴാണ് 800 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഈ ഭൂമിയിൽ എല്ലാ ഭാഷകളിലും വ്യത്യസ്ത സംസ്കാരമുള്ള വ്യത്യസ്ത നിലകളിൽ ഭാഷകൾ സംസാരിക്കുന്ന ആ ജനത്തിൻ്റെയൊക്കെ ഇടയിലോട്ട് ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് ഒരു പ്രത്യേക ഒരു വിഷൻ ദൈവം മനസ്സിൽ തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത് ഈ നാളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു വിഷൻ വന്നതിന് ശേഷമാണ് ഓരോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് പോകാനായിട്ടുള്ള ഒരു മനസ്സുണ്ടായത്. മറ്റേത് അങ്ങനെ യാത്രയ്ക്ക് വലിയൊരു താല്പര്യമോ മറ്റു കാര്യങ്ങളോ ഉണ്ടായില്ല. അതിനുശേഷം ഓരോ രാജ്യത്തെക്കുറിച്ചും ഓരോ ദേശത്തെക്കുറിച്ചും പഠിക്കാനായിട്ടിടയായിരുന്നു. കർത്താവ് ദൈവദാസനെ സഹായിക്കട്ടെ. ഹൃദയത്തിൽ ആഗ്രഹം പോലെ കർത്താവ് സാധിപ്പിച്ചു തരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ യാത്രയിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് എങ്ങനെ അനുഭവിച്ചറിയാൻ കഴിയും? നമ്മളെ വിവരിച്ച് പറയാമോ? എൻ്റെ യാത്രകളിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എറണാകുളം ജില്ലയിൽ ചൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ ഒരു മീറ്റിങ്ങിന് പോകും. ചെറിയൊരു മീറ്റിങ്ങാണ്. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് പോയിട്ട് തിരിച്ചു വരുമ്പം അതിശക്തമായ മഴ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ആ കുടയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് ഉൾപ്പെടെ നനഞ്ഞു പോകും. ഭയങ്കര ശക്തമായ മഴ. പക്ഷെ ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ആ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അടുത്ത വണ്ടിക്ക് കയറി വേണം വീട്ടിലേക്ക് വരാൻ. പക്ഷെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ ഈ മഴയൊന്ന് മാറ്റിത്തരണം. കാരണം നമ്മൾ നനയാതെ ഒന്ന് വണ്ടിക്കകത്തോട് കയറണമല്ലോ. അതിശക്തമായ മഴ. കാരണം നമ്മുടെ ഈ സ്ഥലത്തേക്കാൾ കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് ഈ കാഞ്ഞിരപ്പള്ളി ഏരിയയൊക്കെ. കാഞ്ഞിരപ്പള്ളി അതുപോലെ മലമ്പ്രദേശങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ ചൂരൽമലയിലൊക്കെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വയനാട് ഭാഗത്ത്. അപ്പോൾ ആ ശക്തമായി ഇരച്ചു കുത്തി പെയ്യുന്ന മഴ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു. ജസ്റ്റ് പ്രാർത്ഥിച്ചപ്പം ഈ സ്വിച്ച് ഇട്ട് നിന്നതുപോലെ പെട്ടെന്ന് നിന്നു. നിന്ന് കഴിഞ്ഞപ്പം നമുക്ക് സ്റ്റാൻഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നാലും വണ്ടി വരുന്നത് ഏത് ഭാഗത്തോട്ട് പോകുന്ന വണ്ടിയാണ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആ കോരിച്ചൊരിയുന്ന മഴയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ ശരീരത്തോ ബാഗിലോ വീഴാതെ വണ്ണം നമുക്ക് അടുത്ത ബസ്സിലേക്ക് കയറാൻ കഴിഞ്ഞു. ആ അടുത്ത ബസ്സിലോട്ട് കയറിയതിന് ശേഷം ഒരു 5 മിനിറ്റ് പിന്നെ തകർത്ത് പിടിച്ച മഴ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പോയിന്റിൽ ഇറങ്ങാൻ അങ്ങോട്ട് ആ സ്ഥലം അടുക്കാറാകുമ്പോഴത്തേന് പിന്നെ മഴ നിന്നു. പിന്നെ അവിടെ ഇറങ്ങി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അടുത്ത വണ്ടി. അപ്പം അങ്ങനെ നമ്മൾ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്തെല്ലാം മഴ അങ്ങ് സ്വിച്ച് നിൽക്കുന്ന അനുഭവം. അപ്പോൾ അങ്ങനെ വന്ന് നമ്മുടെ എൻ്റെ ഒരു സ്നേഹിതൻ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്താണ്. ഒരു പാലയിലുള്ളൊരു അംഗങ്ങളുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. അപ്പോൾ അച്ചായൻ്റെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങിയ ഒരു ILTS സ്ഥാപനമുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് പ്രെയർ ചെയ്യണം എന്നോട് പറഞ്ഞു. അപ്പോൾ ആ ബസ്സിൽ പോകുന്ന സമയത്തും ഭയങ്കര മഴയാണ്. ഇത് രാമപുരം എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്കറിയാം. അത് തന്നെ. അപ്പോൾ അവിടെ പുള്ളി വലിയൊരു കാലം കുറയായിട്ടൊക്കെ എന്നെ സ്വീകരിക്കാനുള്ള ഒന്ന് നിൽക്കുകയാണ് ആ ബസ് സ്റ്റോപ്പിൽ. പക്ഷെ നമ്മൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ അങ്ങോട്ട് തുടങ്ങിയ മഴ പെട്ടെന്ന്. പിന്നെ ആ സ്ഥാപനത്തിൽ കയറി ജസ്റ്റ് ഒന്ന് പ്രെയർ ചെയ്തിട്ട് ഞാൻ എൻ്റെ വഴിക്ക് വരികയാണ്. അപ്പം അങ്ങനെ യാത്രകളിൽ ഒരുപാട് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്.
അപ്പം മാത്രമല്ല ഈ യാത്രകളിലാണ് പുതിയ പുതിയ ആശയങ്ങൾ എനിക്കുണ്ടായിട്ടുള്ളത്. യാത്ര ചെയ്യുന്ന സമയത്ത് പുതിയ പുതിയ ആശയങ്ങൾ ദൈവം തരും. അപ്പോൾ ആ ആശയം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് പിന്നീട് വലിയൊരു വിജയത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ യാത്രകളിൽ പരിശുദ്ധാത്മാവ് ഇടപെടും, നമ്മളോട് സംസാരിക്കും. പിന്നെ അതുപോലെ തന്നെ ചില യാത്രകളിൽ നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട്. ആ തടസ്സങ്ങളൊക്കെ പിന്നത്തേതിലാണ് നമുക്ക് മനസ്സിലായത് ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു എന്നൊക്കെ. അപ്പോൾ യാത്രകളിൽ നമ്മൾ പ്രാർത്ഥിക്കും മാത്രമല്ല, യാത്ര വേളകളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും വാസ്തവമായൊരു കാര്യമാണ്. പിന്നെ നമ്മൾ കുറേ പുസ്തകങ്ങൾ എഴുതാനായിട്ട് മാറ്ററെല്ലാം ലഭിച്ചതും ഈ യാത്രകളിലാണ്. അപ്പോൾ യാത്രകളിൽ ഓരോ യാത്രകളിലും പുതിയ പുതിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കും. അതെങ്ങനെ നമ്മളെ ഉയരത്തിലേക്ക് എത്തിക്കാൻ കഴിയും? ഇന്ന് നമ്മളെല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളെ ഉയരങ്ങളിൽ കൊണ്ടെത്തിക്കും. അപ്പം നമ്മൾ ആ നിലയിൽ നമ്മുടെ മനസ്സിനെയൊക്കെ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ആ നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ ഉയരങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത്. ഇപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, അവിടുത്തെ സാമ്പത്തികം, സൈനിക ശക്തി, ഇതെല്ലാമാണ് ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പും ആ രാജ്യം സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കണക്കാക്കുന്നത്. സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയും ആയുധബലവും, മനസ്സിലായി. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിനി എന്തെല്ലാം കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ അത് വലിയ വിജയമായിരിക്കും. തീർച്ചയായും മനസ്സിലായി. ഇപ്പം നമ്മളൊരു ഒരു വില്ലേജിൽ പ്രവർത്തിക്കാൻ പോയാലും ഇപ്പോൾ തന്നെ ഒരു പുതിയ പ്രവർത്തനം ഒരു രാജ്യത്ത് തുടങ്ങാൻ നമ്മൾ പോകുമ്പോൾ നമ്മളിനി എന്തെല്ലാം കാര്യങ്ങൾ മാനുഷികമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിച്ചെന്ന് പറഞ്ഞാലും അതിനേക്കാൾ വലിയായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ആത്മപകർച്ച അവിടെ ആ ഒരു തലത്തിൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും പവർഫുള്ളെന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം എന്താ പറയുക, ആ ഡെസ്റ്റിനിലോട്ട് കൊണ്ടെത്തിക്കുന്ന ടൂൾസുകളാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് സ്ഥലങ്ങളിലും പെട്ടെന്ന് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും ശമരിയിലും ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകില്ല. അപ്പോൾ ഈ സാക്ഷികൾ ആകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരായി മാറണമെന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ മാത്രമേ കഴിയത്തുള്ളൂ. അതെല്ലാം മറ്റൊരു എന്താ പറയുക, മറ്റു മാനുഷികമായിട്ടുള്ള ശക്തിക്കോ സാമ്പത്തിക ശക്തിക്കോ. ഇപ്പോൾ തന്നെ ഈ സാമ്പത്തികമായിട്ടൊക്കെ മുന്നിട്ട് നിൽക്കുന്നവരൊക്കെ ഒരുപാട് രാജ്യങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോവിഡിന് ശേഷം ഒരുപാട് ട്രാവൽ ബ്ലോഗേഴ്സ് ഞാൻ ഒരുപാട് പേരെ പരിചയപ്പെട്ടു. അവരൊക്കെ ഒരു രാജ്യത്തും അടുത്ത രാജ്യത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് നമുക്ക് വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മളെ പ്രാപ്തരാക്കി മാറ്റുന്നത്, നമ്മളെ പവർഫുള്ളാക്കി മാറ്റും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോടൊരു ആങ്കിള് ചോദിച്ചു, പുള്ളി റിട്ടയർഡായി. ആ പുള്ളി എന്നോട് പറഞ്ഞ്, എനിക്ക് ഒരുപാട് രാജ്യങ്ങളിലോട്ട് പോകാൻ താല്പര്യമുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച ഒരു പ്രോത്സാഹനമുണ്ട്. അച്ഛാ, നമ്മൾ ഇന്ന് ഈ നമ്മുടെ ദേശത്ത് കാണുന്ന ട്രാവൽ വ്ളോഗേഴ്സ് യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ രാജ്യങ്ങൾ നമുക്ക് പോകാൻ പറ്റും. കാരണം കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് ലോകം മുഴുവനും പോകാനായിട്ട്, ലോകം മുഴുവൻ ഭൂമിയുടെ അറ്റത്തോളം പോകാൻ കർത്താവ് പറഞ്ഞിരിക്കുന്നു, ആഗ്രഹിക്കുന്നത്. അപ്പം ഒരു ട്രാവൽ വ്ളോഗേഴ്സ് പോകുന്നതിനേക്കാൾ കൂടുതൽ ദേശങ്ങളിൽ പോകാനായിട്ട് കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് പറ്റും. അപ്പം അത് പോകണമെന്നുണ്ടെങ്കിൽ ഈ ശക്തി നമ്മൾ പ്രാപിക്കണം. അതുപോലെ തന്നെ ഈ എഫെസ്യ ലേഖനത്തിലൊരു വാക്യമുണ്ട്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. എന്നാൽ ആ പരിശുദ്ധാത്മാവ് നമ്മെ എത്തിക്കേണ്ട മേഖലകളിൽ ദൈവം എത്തിക്കാൻ ശക്തനാണ്. പക്ഷെ നമ്മുടെ ബുദ്ധി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ചെയ്തെടുക്കാത്തത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ കഴിയും. തീർച്ചയായിട്ടും കഴിയും.
അപ്പോൾ അത് നമ്മുടെ ശുശ്രൂഷയിൽ നമുക്കത് പലപ്പോഴും അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാണ്, 195 രാജ്യങ്ങളിൽ പോകണമെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ, ഇത്ര അതിൻ്റെ സംഖ്യ ഞാൻ ഓർക്കുന്നില്ല, കോടിക്കണക്കിന് രൂപ വേണം. എന്നാൽ മാത്രമേ ഇത്രയും രാജ്യങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫേസ്ബുക്കിനകത്തൂടെ യൂട്യൂബിനകത്തൂടെ മറ്റ് റവന്യൂ ഒന്നും ഇല്ലാത്തപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും രാജ്യങ്ങൾ നമുക്ക് എങ്ങനെ പോകാൻ പറ്റും. പക്ഷെ അന്നേരമെല്ലാം നമ്മളോട് ഇടപെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ കഴിയുന്നുള്ളതാണ്. ഇപ്പോൾ ചില രാജ്യങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്നും ഷിപ്പിൽ വേണം മറ്റ് പല സ്ഥലങ്ങളിലോട്ട് പോകാൻ. അപ്പോൾ ഈ യാത്രാ ചിലവുകൾ ഭയങ്കര കൂടുതലാണ് ചില സ്ഥലങ്ങളിലൊക്കെ. ചിലപ്പം ഈ നമ്മുടെ ഏഷ്യൻ രാജ്യം വിട്ട് യൂറോപ്യൻ ദേശത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഹാരത്തിൻ്റെ ചിലവ് കൂടുതലാണ്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരു രാജ്യത്തെക്കുറിച്ച്, ഫിജി എന്ന് പറഞ്ഞ ഐലൻഡിനെ കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം 3 ഇരട്ടി ചിലവാണ് അവിടെ. ഈ ഫിജി എന്ന് പറഞ്ഞാൽ, അതായത് ഓസ്ട്രേലിയക്കും ന്യൂസിലൻഡുമായിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഐലൻഡാണ്. ആ രാജ്യത്ത് 3 ഇരട്ടി ചിലവാണ്. കാരണം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അവിടെ ആഹാര സാധനങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഓസ്ട്രേലിയയിൽ നിന്നോ അല്ലെങ്കിൽ ഈ ന്യൂസിലൻഡിൽ നിന്നോ വരണം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഐലൻഡുകൾ ഇന്ന് ഭൂമിയിലുണ്ട്. അപ്പോൾ ആ രാജ്യത്ത് പോകണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ രാജ്യത്ത് ചെന്ന് ഇറങ്ങിയാലും അവിടെ താമസിക്കണമെന്നുണ്ടെങ്കിലും അവിടെ ഫുഡിനാണെങ്കിലും 3 ഇരട്ടി ചിലവാണ്. മനസ്സിലായി? അപ്പോൾ ഇതെല്ലാം എങ്ങനെ മീറ്റ് ചെയ്യാൻ, ഇത് എങ്ങനെ പോകാൻ പറ്റും എന്നൊക്കെ നമ്മൾ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു എന്താ പറയുക, ഒരു ചിന്തയെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ നമുക്കതിനെ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ യേശു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നത് തന്നെ ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തോട് വേണം, അല്ലെങ്കിൽ ഈ അനോയിൻറ്റിങ്ങോട് വേണം നിങ്ങൾ പോകാനെന്ന് പറഞ്ഞാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ എന്ത് ചെയ്യുന്നത്, ലോകത്തിൻ്റെ നാനാഭാഗത്തെ പറഞ്ഞയക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ അത്യന്ത ശക്തിയാൽ നമുക്ക് രാജ്യങ്ങളെ കീഴടക്കാൻ പറ്റും. അതെ, നമുക്ക് മാനുഷ്യമായി ചെയ്തെടുക്കാൻ കഴിയാത്തത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ചെയ്യാൻ കഴിയും. അപ്പം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ രാജ്യങ്ങളെ കീഴടക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രതിസന്ധികളെ കീഴടക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രതികൂലങ്ങളെ മറികടക്കാൻ പറ്റും. അപ്പം ഇത്രയും വിഷയങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളോട് അറിയിക്കാനുള്ളത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. അല്പനേരമൊന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചേ. അനേക വർഷങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിരവധി മീഡിയയിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എല്ലാ ഞങ്ങളുടെ പ്രേക്ഷകരോടും നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഈ വർഷം മുതൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ പ്രയോജനം ചെയ്യുന്ന വിഷയമായിട്ട് എല്ലാ ദിവസവും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞാൻ വരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ആയതിനാൽ നല്ല നിലയിൽ വീഡിയോ ഷൂട്ട് ചെയ്തും പ്രൊഫഷണൽ രീതിയിൽ എഡിറ്റ് ചെയ്യേണ്ടതും വളരെ ആവശ്യമാണ്. അതിന് ചിലവുകൾ വളരെ ഉണ്ട്. നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ ചെറിയൊരു ഭാഗം ഇതിനായിട്ട് നീക്കി വച്ചു കഴിഞ്ഞാൽ ഇത് നിമിത്തം അനേക ജനങ്ങൾക്ക് ആശ്വാസകരമായി തീരുമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. ഇതോടൊപ്പം ഗൂഗിൾ പേ നമ്പർ ഉൾപ്പെടുത്തുന്നു. ബിജു ജോൺ മാത്യു 9847164993 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ എലോഹിം ഗ്ലോബൽ മിനിസ്ട്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അനേകരിലേക്ക് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.